യെസ് സ്റ്റുഡൻസ്, മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ നിന്ന്. എനിക്ക് 2 ചാപ്റ്റർ പേര് പറയാം കേട്ടോ. അതായത് ഒന്നെങ്കിൽ മോൾ കൺസെപ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയാം. അപ്പോൾ മോൾ കൺസെപ്റ്റും സൊല്യൂഷൻസും ഒരുപോലെ ഓവർലാപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്? കോൺസെൻട്രേഷൻ ടേംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ മോൾ കൺസെപ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയാം. സോ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വി വിൽ ഗോ വിത്ത് സൊല്യൂഷൻസ്. അപ്പം ഈ ചോദ്യം എന്താണ്? ചോദ്യം മൊളാലിറ്റി ഓഫ് 0.8 മോളാർ H2SO4 സൊല്യൂഷൻ. 0.8 മോളാർ H2SO4 സൊല്യൂഷൻ്റെ മൊളാലിറ്റി എത്രയാണെന്ന ചോദ്യം. ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, ബേസിക് ഐഡിയ വെച്ചിട്ട് തന്നെ ഈ പ്രോബ്ലം ചെയ്യാം. ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഇതിനൊരു മൊളാലിറ്റി കണ്ടുപിടിക്കാൻ മൊളാരിറ്റിയും ഡെൻസിറ്റിയും തന്നാലുള്ള ഒരു ഡയറക്റ്റ് ഫോമുല ഉണ്ട്. ഞാൻ അത്തരം ഡയറക്റ്റ് ഫോമുല വെച്ച് സോൾവ് ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ നോർമൽ മെത്തേഡിൽ ഇത് സോൾവ് ചെയ്യാം. ഫൈനലി ഞാൻ നിങ്ങൾക്ക് ആ ഫോമുല എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഫോമുല തന്നെയാണ്. ആ ഫോമുല എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, 0.8 മോളാർ H2SO4 എന്ന് പറഞ്ഞാൽ 0.8 മോളാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 0.8 മോൾസ് H2SO4 ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഇതാണല്ലോ കഥ അല്ലേ? അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് മോൾസ് 0.8 ആണെന്ന് നമുക്ക് മനസ്സിലായി. വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാണ്? വോളിയം ഓഫ് സൊല്യൂഷൻ 1000 ml ആണെന്നും അറിയാം. ഇത്രയും മനസ്സിലായി. നമുക്ക് മൊളാലിറ്റിയിലേക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് മൊളാലിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം? വെയിറ്റ് ഓഫ് സോൾവെൻറ്റും കൂടി കിട്ടണം. അപ്പോൾ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് നമുക്ക് ഡെൻസിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. മാസ് ഓഫ് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ. ഡെൻസിറ്റി തന്നിരിക്കുന്ന 1.06 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ ml. സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ml എന്ന് പറയുന്നത് സെയിം തന്നെ. ഇൻറ്റു 1000 ml. അപ്പോൾ നമുക്ക് 1060 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ്റെ മാസ്. പക്ഷേ എനിക്ക് വേണ്ടത് സോൾവെൻറ്റിൻ്റെ മാസാണ്. അപ്പോൾ ഞാൻ ഇത് സൊല്യൂട്ടിൻ്റെ മാസ് കുറയ്ക്കണം. സൊല്യൂട്ട് ആരാ? H2SO4. അപ്പോൾ 0.8 H2SO4ൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. 0.8 ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് H2SO4 ബൈ മോളാർ മാസ് ഓഫ് H2SO4. മോളാർ മാസ് ഓഫ് H2SO4 98 ആണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വെയിറ്റ് ഓഫ് H2SO4 എത്രയാണ്? വെയിറ്റ് ഓഫ് H2SO4 ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു 98. അതെത്ര വരും? ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു എത്ര വരാം? ഒന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 98 ഇൻറ്റു 0.8 64 6 72 78. അപ്പോൾ 78.4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാസ് ഓഫ് സോൾവെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഓഫ് സോൾവെൻറ്റ് ഈക്വൽ ടു 1060 മൈനസ് 78.4. ദിസ് വിൽ ഗിവ് യു 981.6. അപ്പോൾ നമുക്ക് മാസ് ഓഫ് സോൾവെൻറ്റ് കിട്ടി. ഇനി എന്താ കാണേണ്ടത്? ഇനി നമുക്ക് മൊളാലിറ്റിയിലേക്ക് നേരിട്ട് പോവാം. സോ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 1000. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 0.8 ഡിവൈഡഡ് ബൈ 981.6 ഇൻറ്റു 1000. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.815 എന്ന് കിട്ടും. സോ 0.815 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 815 ഇൻറ്റു 10⁻³ എന്ന്. കാരണം നമ്മളോട് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 10⁻³ മൊളാലിൽ എഴുതണം എന്നാണ്. സോ ദി ആൻസർ ഇസ് 815. സോ ഇതാണ് മക്കളെ ഇതിൽ ചെയ്യാനുള്ളത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഫോമുല എന്താണ്? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 1000 മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഈ ഫോമുല അറിയുന്നൊരു കുട്ടിക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊളാലിറ്റി കിട്ടും. ഇനി അങ്ങനല്ല, നിങ്ങൾക്ക് പ്രിമിറ്റീവ് മെത്തേഡ് കൺസെപ്ച്വലി പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ഈ മെത്തേഡ് വഴിയാണ് പൊതുവേ ചെയ്തു പോകാറുള്ളത്. ഇനി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക്, അതായതും കാൽക്കുലേഷൻ ഉണ്ട്, ഇതേപോലെ തന്നെ കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷേ ഡയറക്റ്റ് മെത്തേഡ് വേണമെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഫോമുല പഠിച്ചു വെച്ചാൽ മതി. ശരി മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം.